പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവമായ കർത്താവ് തന്ന വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിനു വേണ്ടി ഓരോ കാലഘട്ടത്തിലും നിന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠദാസന്മാരെക്കുറിച്ച് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്ന ഒരു ആലോചന, ഒരു ചിന്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമ്മളെല്ലാവരും ബലഹീനരാണല്ലേ. മനുഷ്യരാണെങ്കിൽ ബലഹീനത വശങ്ങളുണ്ട്, പല കുറവുകളുണ്ട്. എങ്കിലും ദൈവത്തിനു വേണ്ടി ശക്തമായി നിന്ന, ഒത്തിരി പവർഫുള്ളായിട്ട് ദൈവത്തിനു വേണ്ടി വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത ദൈവദാസന്മാരുടെ ഒരു പുസ്തകമാണല്ലോ നമ്മുടെയൊക്കെ കരങ്ങളിലിരിക്കുന്നത്. ഈ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഏത് മനുഷ്യനെയും, ഏത് ചെറിയവനെയും വലിയവനെയും, ഏത് വിദ്യാഭ്യാസമില്ലാത്തവനെയും കഴിവില്ലാത്തവനെയും ദരിദ്രനെയും സമ്പന്നനെയും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിവുള്ള എൻ്റെ കർത്താവിൻ്റെ മഹത്വമേറിയ പ്രവൃത്തിയെ ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിനു വേണ്ടി ശക്തമായി നിന്ന ഒരു ഭൃത്യനായിരുന്നു മോശ. മോശയെക്കുറിച്ച് വായിക്കുമ്പോൾ ഇതുപോലെ അഭിമുഖമായി ദൈവത്തോട് സംസാരിച്ച വേറൊരു വ്യക്തിയില്ല. മോശ ദൈവജനത്തെ നയിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വാഗ്ദത്ത ദേശത്തിലേക്ക്, കനാനിലേക്ക് അവരെത്തിച്ച ദൈവത്തിൻ്റെ മനുഷ്യൻ. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി, അല്ലെ ദൈവജനത്തിനു വേണ്ടി കഷ്ടമനുഭവിച്ച് സ്വന്തം വാഗ്ദത്തത്തെ പോലും മറന്ന് ദൈവത്തിനു വേണ്ടി നിന്ന ദൈവത്തിൻ്റെ ദാസൻ. പക്ഷെ ജീവിതത്തിൽ പല ബലഹീനത വശങ്ങൾ വന്നു, പല കുറവുകൾ വന്നു. കനാൻ ദേശം കാണുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിൽ മറഞ്ഞെങ്കിലും ഈ ഭക്തന്മാരെയൊക്കെ ഓർക്കുമ്പോൾ അവർ ദൈവത്തിനു വേണ്ടി നിന്നു. സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം വിഷയങ്ങളും ഓർക്കാതെ, അല്ല സ്വന്തം കുടുംബങ്ങളെ ഓർക്കാതെ കർത്താവിന് വേണ്ടി നിന്ന അവരുടെ സമർപ്പണവും അവരുടെ ത്യാഗവും ഒക്കെ വലിയതാണ്. അതുപോലെ ദൈവത്തിന് വേണ്ടി നിന്ന ഒരു മനുഷ്യനാണ് ഏലിയാവ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം. ഏലിയാവ് ദൈവത്തിനു വേണ്ടി ചെയ്ത സകല കാര്യങ്ങളും, ഇതിനു മുമ്പിലുള്ള സകല അധ്യായങ്ങളിലും ഏലിയാവിനെക്കുറിച്ച് നല്ല വിശുദ്ധമായിട്ട് എഴുതിയിട്ടുണ്ട്. ഏലിയാവ് ആരായിരുന്നു? ദൈവത്തിനു വേണ്ടി നിന്ന ശക്തനായ, അഭിഷക്തനായ ഒരു പ്രവാചകനായിരുന്നു. ഇസ്രായേലിലെ ദൈവത്തിനു വേണ്ടി നിന്ന ഏക പ്രവാചകൻ. ആകാശത്തെ ഒരു വാക്കുകൊണ്ട്, ദൈവനാമത്തിൽ ഒരു വാക്കുകൊണ്ട് മാത്രം ആകാശത്തിലെ മഞ്ഞും മഴയും അടച്ച ഒരു പ്രവാചകൻ. ഇതുപോലെ ശക്തമായി ദൈവത്തിനു വേണ്ടി നിന്ന വേറൊരു പ്രവാചകനെ നമുക്ക് കാണാൻ കഴിയത്തില്ല. ബാലിൻ്റെ പ്രവാചകന്മാരെ നശിപ്പിച്ച് വാളാൽ വെട്ടി ദൈവമാരെന്ന്, അല്ലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നെ ദൈവമെന്ന് തെളിയിച്ച ഏക പ്രവാചകൻ ഏലിയാവാണ്. പക്ഷേ ഏലിയാവിൻ്റെ ജീവിതത്തിലും ഒരു ബലഹീനത വന്നു. ഏലിയാവിൻ്റെ ജീവിതത്തിലും അവൻ വീണുപോയ, അല്ലെ ഭയപ്പെട്ടു പോയ, ജീവിതത്തിൽ ശത്രുവിനെ ഭയന്നോടിയ ഒരു നിമിഷമാണ് ഈ 19-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏലിയാവെ, നീ ഇത്രമാത്രം ഭയന്നതെന്ത്? നീ ദൈവത്തിനു വേണ്ടി ശക്തമായി നിന്ന വീരനായ പ്രവാചകനല്ലയോ? ബാലിൻ്റെ പ്രവാചകന്മാരെ വെട്ടി സ്വർഗത്തിൽ നിന്ന് തന്നെ തീയിറക്കി അവരുടെ അശേര പ്രതിഷ്ഠകളെയൊക്കെ വെട്ടിക്കളഞ്ഞ പ്രവാചകനല്ലയോ നീ? പിന്നെ എന്തുകൊണ്ടൊരു സ്ത്രീയുടെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ പ്രവർത്തിക്ക് വിരോധമായി, അല്ലെ ദൈവനാമത്തിനെതിരായി നിൽക്കുന്ന ഇസബേലിൻ്റെ വാക്ക് കേട്ട് നീ എന്തുകൊണ്ട് ഭയപ്പെട്ടു ഓടി? എന്തുകൊണ്ട് നീ ജീവരക്ഷയ്ക്കായി നീ പാത്തിരിക്കേണ്ടി വന്നു എന്നീ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചോദിച്ചു പോകും. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം തൊട്ട് വായിക്കുന്ന ഇങ്ങനെയാണ്. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാളുകൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറയിച്ചു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്കുൾപ്പെട്ട ബർഷേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 18-ാം അധ്യായത്തിൽ ഏലിയാവ് ശക്തമായൊരു ശുശ്രൂഷ ചെയ്യുകയാണ്, അല്ലേ? ബാലിൻ്റെ പ്രവാചകന്മാരെയൊക്കെ കൊന്ന് ദൈവം തന്നെ, യഹോവയായ ദൈവം തന്നെ ദൈവമാണ്, സത്യദൈവമാണ് തെളിയിച്ച് ഒരു വീരനായ പ്രവാചകൻ. പക്ഷേ ഇതൊക്കെ ആഹാബ് തൻ്റെ ഭാര്യയായ ഇസബേലിനോട് പറഞ്ഞപ്പോൾ ഇസബേൽ ഏലിയാവിനെ വെല്ലുവിളിക്കുകയാണ്, അല്ലെ ഒരു വാണിംഗ് കൊടുക്കുകയാണ്. ഏലിയാവെ, നീ എൻ്റെ പ്രവാചകന്മാരെ ചെയ്തതുപോലെ, അവരുടെ ജീവനെ നീ നശിപ്പിച്ചതുപോലെ നിൻ്റെ ജീവനെ നാളെ ഈ സമയത്ത് ആക്കുന്നില്ല എങ്കിൽ എൻ്റെ ദേവന്മാർ, അല്ലെങ്കിൽ ദൈവമല്ലാത്ത ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് ഏലിയാവ് കേട്ടപ്പോൾ ഏലിയാവ് അവിടെ എന്നാ ചെയ്തത്? ഏലിയാവ് ഭയപ്പെട്ടു പോയി.
അവിടെ ഇങ്ങനെ 3-ാം വാക്യത്തിൽ അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു. ഇത്രയും ശക്തമായ ശുശ്രൂഷകളൊക്കെയും ചെയ്ത ഏലിയാവ് ഒരു ഭയം കൂടാതെ, ഒരു ഭീതി കൂടാതെ ദൈവനാമത്തിനു വേണ്ടി നിന്ന ഏലിയാവ് ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടപ്പോൾ, ദുഷ്ടനായ രാജാവിൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ടപ്പോൾ അവൻ ഭയപ്പെട്ടു പോയി എന്ന് ദൈവവചനം പറയുന്നു. എന്തുകൊണ്ടാണ് ഏലിയാവെ നീ ഭയപ്പെട്ടത്? ഇത്ര വലിയ ശുശ്രൂഷകൾ ചെയ്തിട്ട് നിന്റെ മനസ്സിൽ എവിടുന്ന് ഭയം കടന്നു വന്നു? എന്ത് ചിന്തിച്ചപ്പോഴാണ് നിനക്ക് ഭയം വന്നത്? നിന്റെ ജീവനെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ചിട്ടാണോ? അല്ലെങ്കിൽ നിനക്ക് ഇനി പ്രവാചക ശുശ്രൂഷയിൽ നിൽക്കുവാൻ കഴിയത്തില്ലയോ എന്ന് ചിന്തിച്ചിട്ടാണോ? അതോ ഇത്രത്തോളം നിന്നെ നിലനിർത്തിയ, ഇത്രത്തോളം ദൈവം ആരെന്ന് നിന്നിലൂടെ തെളിയിച്ച, നിന്നെ ശക്തമായി ഉപയോഗിച്ച ദൈവത്തിൽ നീ അവിശ്വസിച്ചു പോയോ? അതുകൊണ്ടാണോ നീ ഭയപ്പെട്ടത്? എന്ത് കാരണമാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ ഭയപ്പെട്ടു പോയി. ഇത്ര മഹാനായ, അല്ലേ, ഇത്ര വലിയവനായ ദൈവത്തിൻ്റെ പ്രവാചകൻ ഭയപ്പെടുകയാണല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിഷയങ്ങളും പല സാഹചര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ നമ്മൾ ഭയപ്പെട്ടു പോകാറുണ്ട്. കഴിഞ്ഞ നാളുകളൊക്കെയും നമ്മൾ ദൈവത്തിന് വേണ്ടി ശക്തമായി നിന്നതാണല്ലേ. ദൈവത്തിന് വേണ്ടി മറ്റുള്ളവരെ നോക്കാതെ, അല്ലെ, ഏകരായി കർത്താവിന് വേണ്ടി ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങി ദൈവനാമത്തിന് വേണ്ടി നിന്ന് ഒരു ഭയം കൂടാതെ ദൈവത്തെ സേവിച്ചിട്ട് നമ്മൾ പലപ്പോഴും അപ്രതീക്ഷിതമായ ചില വിഷയങ്ങൾ, നമ്മൾ ചിന്തിക്കാത്ത സമയങ്ങളിൽ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകാറുണ്ട്. നിങ്ങളും ഞാനും ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത സമയത്താണ് നമ്മുടെ ഹൃദയങ്ങൾ തകർന്നു പോകുന്നത്. നമ്മുടെ മാനസിക നിലകൾ പോലും പലപ്പോഴും തകർന്നു പോകുന്നത്. നമ്മൾ ചിന്തിക്കാത്ത വിധത്തിൽ പ്രതികൂലങ്ങളുടെ കാറ്റ്, തിരമാലകൾ പോലെ നമ്മുടെ ജീവിതത്തെ ആഞ്ഞടിക്കുന്നത്. പക്ഷേ ഇത്ര വലിയവനായ പ്രവാചകൻ്റെ ജീവിതത്തിൽ അവൻ ഭയപ്പെട്ടു പോയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെയും കടന്നു വരുന്നുണ്ടല്ലേ. പ്രശ്നങ്ങളെ കാണുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകാറുണ്ടോ? പ്രതികൂലങ്ങളെ കാണുമ്പോൾ നമ്മളെ നിലനിർത്തിയ ദൈവം, ഇത്രത്തോളം നമ്മളെ സഹായിച്ച ദൈവത്തിൽ നമ്മൾ അവിശ്വസിച്ച് പോകാറുണ്ടോ? അങ്ങനെ അവിശ്വാസം വരുമ്പോഴാണ് ശത്രു നമ്മളെ ഓടിപ്പിക്കുന്നത്, അല്ലെ ശത്രുവിനെ ഭയന്ന് നമ്മൾ ഓടുന്നത്. പത്രോസിൻ്റെ ജീവിതത്തിൽ ഇതാണ് സംഭവിച്ചത്. പത്രോസ് കർത്താവിനെ നോക്കിയാണ് കടലിലിറങ്ങി, കർത്താവെ നീ തന്നെയാണോ, എങ്കിൽ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് സമ്മതം മൂളി പത്രോസ് വെള്ളത്തിൽ ചാടുകയാണ്. അവൻ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയ സമയം വരെയും, ആ നിമിഷം വരെയും അവൻ മുങ്ങാതെ താഴാതെ ഒരു ഭയം അവൻ്റെ ഉള്ളിൽ കടന്നു വന്നില്ല. പക്ഷെ എന്നവൻ ആ തിരമാലകളെ നോക്കിയോ, ആ പ്രശ്നങ്ങളിലേക്ക് അവൻ്റെ ശ്രദ്ധയെ തിരിച്ചോ, അവൻ്റെ ജീവിതത്തിലെ ഈ തിരമാലകൾ അവനെ മുക്കിക്കളയും എന്നുള്ള ഭയം അവനിൽ വന്നപ്പോൾ അവൻ പെട്ടെന്ന് വെള്ളത്തിൽ താന്നു പോവുകയാണ്. പക്ഷെ അന്നേരവും കർത്താവ് വന്ന് അവനെ താങ്ങുന്നു. കർത്താവ് വന്ന് തൻ്റെ കരങ്ങളിൽ അവനെ സുരക്ഷിതമായിട്ട് അവനെ താങ്ങിയെടുക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ്. ഏലിയാവിനോട് ദൈവം സംസാരിക്കുകയാണ്. ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ നമ്മൾ കാണുന്ന ഏലിയാവിനോട് ദൈവം പല വിധത്തിലാണ് കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏലിയാവിൻ്റെ മനസ്സിലെ വിഷയങ്ങളും ഭാരങ്ങളും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കടന്നു വരുന്നത് ഇതുപോലെയാണ്. പലപ്പോഴും ദൈവം നമ്മളോട് പല വിധത്തിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ, പലരിലൂടെയും കർത്താവ് നമ്മളോട് ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാറുണ്ടോ എന്നാണ് വിഷയം. നമ്മൾ തുടർന്ന് അവിടെ ചിന്തിച്ചാൽ അതിൻ്റെ 4-ാം വാക്യത്തിൽ, താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തു കൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ കാണുന്ന ഭയപ്പെട്ട് കഴിഞ്ഞപ്പോൾ, ജീവനെ ഭയപ്പെട്ട് അവൻ ഓടുകയാണ്. ഓടിക്കഴിഞ്ഞിട്ട് അവനൊരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് ഏകനായിരുന്ന്, ആരും എന്നെ കാണല്ലേ ദൈവമേ, ആരോടും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആരും എൻ്റെ വിഷയം അറിയണ്ട എന്ന് കരുതി ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന്. പലപ്പോഴും നമ്മൾ ഇതുപോലെ കരയാറില്ലേ? നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മൾ ഭയപ്പെട്ടു പോകാറില്ലേ? ഭയപ്പെട്ട് നമ്മൾ ദൈവത്തോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ, ഇപ്പോൾ മതി യഹോവേ, മതി, ഇനി എനിക്ക് ജീവിക്കാൻ വയ്യ, ഇനി എനിക്ക് മുന്നോട്ട് ചുവടുകൾ വെക്കാൻ പറ്റത്തില്ല, എൻ്റെ മുൻപിൽ ഇനി വഴികളില്ല, എൻ്റെ മുൻപിൽ വാതിലുകളില്ല എന്ന് നമ്മൾ ദൈവത്തോട് പറയാറില്ലേ? പക്ഷെ അപ്പോഴും ദൈവത്തിൻ്റെ ഒരു ശബ്ദം, ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ആ ശബ്ദം നമ്മൾ കേൾക്കണം ദൈവമക്കളെ. ഏലിയാവിനോട് ഇടപെട്ടതും ഇതുപോലെയാണ്. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട്, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ച് പിന്നെയും കിടന്നുറങ്ങി. ഇവിടെ ഏലിയാവ് ഉറങ്ങുന്ന ഉറക്കം സുഖകരമായ ഉറക്കമൊന്നുമല്ല.
ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രാണരക്ഷയ്ക്കായി ഓടി ഭയപ്പെട്ട് ചൂരച്ചെടിയുടെ തണലിലിരുന്ന് അവൻ ഉറങ്ങുന്നത് ഭയപ്പെട്ടുള്ള ഉറക്കമാണ്. ഇനി എനിക്ക് ജീവിക്കണ്ട, എനിക്കിനി മുന്നോട്ട് പോകണ്ട, എനിക്കിനി ശുശ്രൂഷകൾ ചെയ്യണ്ട, എനിക്ക് ദൈവനാമത്തിന് വേണ്ടി നിൽക്കണ്ട, മതിയായി, എനിക്ക് ചെയ്തതൊക്കെയും മതിയായി എന്ന് പറഞ്ഞ് മടുത്തിട്ട് ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് ഏലിയാവ് ഒരു ഉറക്കം ഉറങ്ങുന്നത്. ഈ ഉറക്കത്തിൽ നിന്ന് അവനെ തട്ടി ഉണർത്തുവാൻ കർത്താവിൻ്റെ ദൂതൻ കടന്നു വരികയാണ്. ദൂതൻ അവനെ തട്ടി ഉണർത്തി. അവൻ എഴുന്നേറ്റ് അവിടെ എഴുതിയിരിക്കുന്ന അവന് ആ അടയും ഒരു തുരുത്തി വെള്ളവും കുടിച്ചിട്ട് കഴിച്ചിട്ട് അവൻ വീണ്ടും കിടന്നുറങ്ങുകയാണ്. ഇപ്പോഴും ഏലിയാവിന് മനസ്സിലാകുന്നില്ല ദൈവത്തിന് അവനെക്കുറിച്ച് ഇനിയും പദ്ധതികളുണ്ടെന്ന്, ദൈവത്തിന് അവനെക്കുറിച്ച് ഇനിയും പ്ലാനുകളുണ്ട്, ഇനിയും അവന് യാത്രയുണ്ടെന്ന് ഏലിയാവിന് മനസ്സിലാകുന്നില്ല. ഏലിയാവ് വിചാരിക്കുന്നത് എനിക്കിനി ജീവിക്കണ്ട. ദൂതൻ അവൻ്റെ തലക്കൽ ഈ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത് കണ്ടിട്ടും ഏലിയാവിൻ്റെ മനസ്സിലെ ആ ഒരു ചിന്ത, അല്ലെ എത്രമാത്രം ഏലിയാവ് ഭാരത്തിലാണ്, എത്രമാത്രം അവൻ്റെ മനസ്സ് കഠിനപ്പെട്ടു പോയി എന്ന് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഏലിയാവ് ദൈവത്തെ നോക്കിയെങ്കിലും ദൈവം ഏലിയാവിനോടൊന്നിടപെട്ട് അപ്പവും വെള്ളവും ഒക്കെ കൊടുത്ത് അവനെ ബലപ്പെടുത്തി അവനെ എഴുന്നേൽപ്പിച്ചിട്ടും പിന്നെയും ഏലിയാവ് കിടന്നുറങ്ങിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെയില്ലേ ദൈവമക്കളെ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളുടെ നടുവിൽ ആരും പ്രതീക്ഷിക്കാതെ, അല്ലെ ആരും അറിയാതെ, ആരും കാണാതെ നമ്മൾ ഞെരുങ്ങുമ്പോൾ, ഭാരപ്പെടുമ്പോൾ, കരയുമ്പോൾ, ആ അവസ്ഥകളിലൊക്കെ നമ്മളെ താങ്ങുന്ന ഒരു ദൈവകരമില്ലേ? കഴിഞ്ഞ നാളുകളിലൊക്കെ നിങ്ങളോടും എന്നോടും സംസാരിച്ച ദൈവശബ്ദമില്ലേ? അവൻ്റെ വചനമാകുന്ന അപ്പവും പരിശുദ്ധാത്മാവിൻ്റെ വീഞ്ഞും നമുക്ക് തന്ന് നമ്മളെ ബലപ്പെടുത്തിയിട്ടില്ലേ? ആ ബലത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ എതിരേറ്റിട്ടില്ലേ? നമ്മൾ അതിന്മേലൊക്കെയും ജയം പ്രാപിച്ചിട്ടില്ലേ? പക്ഷെ വീണ്ടും നമ്മൾ തളർന്നു പോകുന്നുണ്ടല്ലേ? വീണ്ടും നമ്മൾ ദൈവസന്നിധിയിൽ മടുക്കാറുണ്ട്. പ്രശ്നങ്ങളെ കാണുമ്പോൾ എനിക്ക് മതി കർത്താവേ, ഇനി എനിക്ക് മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞ് നമ്മൾ തളർന്നു പോകാറില്ലേ? പക്ഷെ വീണ്ടും കർത്താവ് അവിടെ വരികയാണ്. വീണ്ടും ദൈവത്തിൻ്റെ ദൂതൻ അവനെ തട്ടുകയാണ്. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം 7-ാം വാക്യത്തിൽ എഴുതുകയാണ്. യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്നവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നുകുടിച്ച് ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം നടന്നു. അപ്പം അവനെ ദൈവം കൊണ്ടുപോകാൻ ഉദ്ദേശിച്ച സ്ഥലം, ആദ്യത്തെ സ്ഥലം ഹോറേബായിരുന്നു. പക്ഷേ ഹോറേബോളം അവന് കടന്നു പോകണമെങ്കിൽ ശക്തി വേണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങളൊക്കെ എത്ര വലിയതാണ്. നിങ്ങൾ പറയും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ച വിഷയങ്ങൾ വലുതാണ്. സത്യമാണ്. നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് നിങ്ങൾ അനുഭവിച്ച വിഷയങ്ങൾ, പ്രതികൂലങ്ങൾ ഒക്കെ വലുതാണ്. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം നിങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നില്ലേ? ഇത്രത്തോളം ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് നിങ്ങളെ വിടുവിച്ച് തട്ടി ഉണർത്തി വീണ്ടും നിങ്ങളെ യാത്ര ചെയ്യിപ്പിച്ചില്ലേ? ആ ദൈവത്തിൻ്റെ കരത്തിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. വീണ്ടും നമ്മളെ ഉണർത്തുവാൻ, വീണ്ടും നമ്മളെ തട്ടി ഉണർത്തുവാൻ ആ ദൈവം ഉള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ ദൂതൻ അവിടെ എന്താണ് പറയുന്നത്? നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രയാസത്തിലൂടെ അല്ലെ പ്രതികൂലത്തിലൂടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എനിക്കിനി മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ പറയുകയാണ്, ദൂരയാത്ര ഇനിയും നിനക്കുണ്ട് മകനെ, അല്ലേ മകളെ. നിനക്ക് ഇനിയും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനുണ്ട്. നിൻ്റെ ശുശ്രൂഷകളൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. നീ എനിക്ക് വേണ്ടി ചെയ്യുവാനുള്ള കാര്യങ്ങളൊന്നും തീർന്നു പോയിട്ടില്ല. ഇനിയും വലിയ പദ്ധതികൾ, ഇനിയും വലിയ ശുശ്രൂഷകൾ, ഇനിയും വഴികൾ, ഇനിയും പ്ലാനുകൾ എൻ്റെ മനസ്സിലുണ്ട്. അത് നീ ചെയ്തെടുത്തേ മതിയാവും. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നിനക്ക് എൻ്റെ ശക്തി ആവശ്യമാണ്, നിനക്കെൻ്റെ ബലം ആവശ്യമാണ്. എൻ്റെ സന്നിധിയിലിരുന്ന് നീ എൻ്റെ ബലത്തെ പ്രാപിക്കണം, ദൈവത്തിൻ്റെ ശക്തിയെ ഏറ്റെടുക്കണം. ബാല്യക്കാരും യൗവനക്കാരും ഒക്കെ ക്ഷീണിച്ചും തളർന്നു പോകുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൽ ദൈവമക്കളെ ആരുടെയും മുൻപിൽ പോയി നിങ്ങൾ കൈനീട്ടരുത്. ആരുടെയും മുൻപിൽ പോയി നിങ്ങൾ കരഞ്ഞിട്ട് ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ ദൈവത്തെ കാത്തിരുന്നാൽ, നിങ്ങളുടെ കർത്താവിനെ നിങ്ങൾ കാത്തിരുന്നാൽ ദൈവം അതിൻ്റെ നടുവിലൂടെ കടന്നു പോകുവാൻ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശക്തി തരും. ആ ബലം നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ദൈവസന്നിധിയിലൊന്നിരുന്നാട്ടെ, ദൈവസന്നിധിയിലൊന്ന് കാത്തിരുന്നാട്ടെ. അവിടെ അടുത്ത വാക്യത്തിൽ എഴുതിയേക്കുന്നത് 40 രാവും 40 പകലും അവൻ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം ഓടുകയാണ്. 9-ാം വാക്യത്തിൽ അവൻ അവിടെ ഒരു ഗുഹയിൽ കടന്ന് പാർത്തു. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി, അവനോട് ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചു. അപ്പം ശരിക്കും ദൈവം അവിടെ ചോദിക്കാൻ ആഗ്രഹിച്ച വിഷയം ഇവിടെയാണ് ദൈവം ഫസ്റ്റ് അവനോട് ചോദിക്കുന്നത്. വീണ്ടും ഏലിയാവ് ആഹാരവും ഭക്ഷണവും ഒക്കെ കഴിച്ചിട്ട് ബലം പ്രാപിച്ചിട്ട് ദൈവത്തിനു വേണ്ടി ഇത്രയും ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ട് അവൻ ഹോറേബിലെത്തി. പക്ഷെ വീണ്ടും അവനെ അലട്ടുന്ന
അവൻ്റെ മനസ്സിനെ വീണ്ടും അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വീണ്ടും അവനെ വേട്ടയാടുകയാണ്. അവൻ്റെ മനസ്സിലെ പ്രയാസങ്ങൾ, അവൻ അനുഭവിച്ച വിഷയങ്ങൾ, നിന്ദകൾ, ആ ഭയം വീണ്ടും അവനെ അലട്ടുകയാണ്. അവനെ ആ ഭയം അലട്ടുമ്പോൾ വീണ്ടും അവൻ ആ ഗുഹയ്ക്കകത്തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ഒരു ഗുഹയ്ക്കകത്ത് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാരങ്ങളുടെ ഗുഹയിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ചില ഗുഹയ്ക്കകത്ത് നിങ്ങൾ ഇരിക്കുവാണെങ്കിൽ, ദൈവത്തിന് നിങ്ങളോടുള്ള പദ്ധതി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആ ഗുഹയിൽ നിന്ന് നിങ്ങൾ ഇന്ന് പുറത്തിറങ്ങണം. പുറത്തിറങ്ങി ദൈവം നിങ്ങളോട് ആഗ്രഹിക്കുന്ന പദ്ധതി, അല്ലെ ദൈവം നിങ്ങളെക്കുറിച്ച് നിരൂപിക്കണമെന്ന വിഷയങ്ങൾ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാപിച്ച് ദൈവശബ്ദം കേൾക്കുവാൻ നിങ്ങൾ ഒരുങ്ങണം. ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രാപിക്കുവാൻ നിങ്ങൾ ഒരുങ്ങണം. ദൈവമായ കർത്താവ് ഏലിയാവിനോട് പറയുന്നത് പോലെ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇതല്ല നിൻ്റെ സ്ഥലം, ഇതല്ല നിൻ്റെ കനാന്തേശം, അല്ല ഇതല്ല നിൻ്റെ വാഴ്ത്തത്വം. നിനക്ക് ഇനിയും ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ആ യാത്രയ്ക്ക് നിനക്ക് ഇനിയും ബലം ആവശ്യമാണ്. അപ്പോൾ ഏലിയാവിനോട് ദൈവം ചോദിക്കുകയാണ്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഏലിയാവിൻ്റെ പരാതികളൊക്കെ 10-ാം വാക്യത്തിൽ പറയുകയാണ്. അതിനവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്ക എന്നവൻ കൽപ്പിച്ചു. അപ്പോൾ ഏലിയാവിൻ്റെ മനസ്സിലെ ഭാരങ്ങളെ എല്ലാം അങ്ങോട്ട് പറയുകയാണ്. നമ്മളും ദൈവസന്നിധിയിൽ ഇതുപോലെ പലപ്പോഴും പറയാറില്ലേ? നമ്മളൊക്കെ ദൈവസന്നിധിയിൽ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെ പലപ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ ചില ദൈവത്തിൻ്റെ ദാസന്മാരൊക്കെ നമ്മളോട് ആലോചന അറിയിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തെക്കുറിച്ചല്ലായിരിക്കും അവർ പറയുന്നത്. കംപ്ലീറ്റ്ലി വേറെ ഒരു വിഷയമായിരിക്കും നമ്മളോട് സംസാരിക്കുന്നത്. അല്ലെ ദൈവത്തിന് നമ്മളോട് ചെയ്യുവാനുള്ള പദ്ധതികളായിരിക്കും ദൈവം പറയുന്നത്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലെ വിചാരം, ദൈവമേ, നീ എൻ്റെ ഭാരം അറിയുന്നില്ലയോ? നീ അറിയുന്നില്ലയോ ഞാൻ ഇന്നതിൽ കൂടെയാണ് കടന്നു പോകുന്നത്, ഞാൻ ഇന്ന പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അതിനുള്ള പോംവഴി എനിക്ക് താ, അല്ലെ അതിലൂടെ നീ എന്നെ ആദ്യം വിടുവിക്ക്, എന്നിട്ട് ഞാൻ നിൻ്റെ പ്രവൃത്തി ചെയ്യാമെന്ന്. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം സംസാരിക്കുന്ന വിഷയങ്ങൾ ഞാൻ മനസ്സിൽ ഭാരപ്പെടുന്ന വിഷയങ്ങളല്ലായിരിക്കും, അതിനെക്കുറിച്ചുള്ള മറുപടി അല്ലായിരിക്കും ദൈവം തരുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ പുറകിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മുടെയൊക്കെയും ഹൃദയത്തെ നന്നായിട്ട് അറിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. നമ്മളെക്കാളും നമ്മുടെ വിഷയങ്ങളെ അറിയുന്ന, നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മുടെ ഓരോ ഭാരത്തിനു വേണ്ടി, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വിഷയത്തിനു വേണ്ടി മുന്നമേ നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കിയ കർത്താവ് എല്ലാം അറിയുന്നുണ്ട്. പക്ഷെ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, നിനക്കിവിടെ എന്ത് കാര്യം? നമ്മളോട് ദൈവം ചോദിക്കുകയാണ്, നിനക്കിവിടെ എന്താ കാര്യം? നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഇത് നിൻ്റെ സ്ഥലമല്ല. ഈ ഗുഹയ്ക്കകത്തിരിക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചത്. ഈ മരുഭൂമിയിൽ ഈ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങാനല്ല ഞാൻ നിന്നെ വിളിച്ചത്. എനിക്ക് മതി യഹോവേ, എനിക്കിനി മരിച്ചാൽ മതി എന്ന് പറയാനല്ല ഞാൻ നിന്നെ വിളിച്ചതെന്നാ ദൈവമായ കർത്താവ് ഏലിയാവിനോട് പറയുന്നത്. നിന്നെയും വിളിച്ചത് ഇതിനു വേണ്ടിയല്ല, എൻ്റെ പദ്ധതിക്ക് വേണ്ടി ഞാൻ നിന്നെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കിടന്നുറങ്ങുവാൻ, ഇവിടെ എനിക്ക് മതി യഹോവേ എന്ന് പറയുവാനല്ല ദൈവം നിന്നെ അയച്ചത്. നീ എൻ്റെ പ്രവൃത്തി ചെയ്യണം. നീ എൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ നിൻ്റെ വിഷയത്തിന് വിടുതൽ ഞാൻ അയക്കും. നിൻ്റെ ജീവിതത്തിൻ്റെ, അല്ല നിൻ്റെ തലമുറയുടെ, നിൻ്റെ ഭാവിയുടെ, നിൻ്റെ അടയപ്പെട്ട വാതിൽ ഞാൻ തുറക്കും. അതിനെ അടയ്ക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. ഈ ഭൂമിയിലെ എത്ര വലിയ വിഷയങ്ങൾ, എത്ര വലിയ പ്രതികൂലങ്ങളാണ് നിൻ്റെ മുൻപിൽ നിൽക്കുന്നതെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൻ്റെ ആത്മാവിന് തുറക്കാൻ പറ്റാത്തൊരു വാതിലുമില്ല. വനത്തെ, ഏത് മരുഭൂമിയെയും ഉദ്യാനമാക്കി മാറ്റുവാൻ, വനമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നാണ് ദൈവം ഈ ഒറ്റ ചോദ്യത്തിലൂടെ ഏലിയാവിനോട് പറയുന്നത്. ഏലിയാവിൻ്റെ പ്രയാസങ്ങളെല്ലാം പറയുകയാണല്ലേ. കർത്താവെ, ഞാൻ നിനക്ക് വേണ്ടി വളരെ അധ്വാനിച്ചു, ഞാൻ നിനക്ക് വേണ്ടി വളരെയധികം പ്രവർത്തികളൊക്കെയും ചെയ്തു, നീ ആഗ്രഹിച്ച ശുശ്രൂഷകളൊക്കെയും ഞാൻ ചെയ്തു. പക്ഷെ അവർ നിൻ്റെ പ്രവാചകന്മാരെ ഒക്കെ കൊന്നു. ഇനി ഞാൻ മാത്രം ശേഷിച്ചിരിക്കുക എന്നാണ് ഏലിയാവ് പറയുന്നത്. ഏലിയാവ് വിചാരിക്കുന്നത്, ഞാൻ മാത്രം ഇനി ബാക്കിയുള്ളൂ, ഞാൻ മാത്രം നിനക്ക് വേണ്ടി അധ്വാനിച്ചു, ബാക്കി എല്ലാവരും ഇനി ഇല്ല, ആരും എന്നെപ്പോലെ കഷ്ടപ്പെടുന്നവരില്ല. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ ചിന്തിക്കാറില്ല. ജീവിതത്തിൽ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, കർത്താവെ, എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ? എന്നെപ്പോലെ കഷ്ടത അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ നിൻ്റെ നാമത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം വഴികളിലൂടെ, എന്തെല്ലാം പ്രയാസത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ യൗവനം, അല്ലെ എൻ്റെ ജീവിതകാലം മുഴുവനും നിൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ ചെലവഴിച്ചു. എൻ്റെ ഭവനത്തെ നോക്കാതെ, എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കാതെ, അല്ലെ എൻ്റെ കുഞ്ഞുങ്ങളെ ഓർക്കാതെ ഞാൻ ദൈവനാമത്തിന് വേണ്ടി നിന്നത് നീ കണ്ടില്ലയോ കർത്താവേ എന്ന് നമ്മൾ പരാതി പറയുമ്പോൾ, ദൈവമായ കർത്താവിന് പറയാൻ ഒന്നേ ഉള്ളൂ, ഇതൊന്നും ഞാൻ അറിയാത്തവനല്ല മകളെ, മകനെ, ഇതെല്ലാം എനിക്കറിയാം. ഇതല്ല നിൻ്റെ സ്ഥലം. ഈ പരാതി പറയാനല്ല ഞാൻ നിന്നെ വിളിച്ചത്. എന്നോട് പരാതി പറയാനല്ല
നിൻ്റെ സ്ഥാനം, അല്ലെ നിൻ്റെ വിളി. നിനക്ക് ഇനിയും ദൂരയാത്രയുണ്ട്, ഇനിയും നിനക്ക് ശുശ്രൂഷകളുണ്ട്. നീ വിചാരിക്കുന്ന നിൻ്റെ വഴി, നിൻ്റെ ജീവിതം ഇവിടം കൊണ്ട് അടങ്ങി, അല്ലെ ഇവിടം കൊണ്ട് എല്ലാം തീർന്നു എന്ന്. അല്ല ഏലിയാവേ, നിൻ്റെ വഴി ഇവിടെ അടങ്ങിയിട്ടില്ല. നിൻ്റെ ജീവനെ എടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. നീ വിചാരിക്കുന്ന പോലെ മരിക്കാനല്ല നിനക്കുള്ള വിധി. നിന്നെ ഞാൻ അഗ്നിമയ രഥങ്ങളിലൂടെയാണ് എടുക്കാൻ പോകുന്നത്. ആരും കാണാത്ത വീണ്ടെടുപ്പ്, അല്ലെ ആരും കാണാത്ത സ്വർഗത്തിലേക്ക് പോകുന്ന ആ വഴിയാണ് നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയത്. ഒരു ഇസബേൽ അല്ല നിന്നെ കൊല്ലാൻ പോകുന്നത്, ഒരു ഇസബേലിൻ്റെ മുന്നിലല്ല നീ പെടാൻ പോകുന്നത്. നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിട്ടുള്ളത് ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹത്വമേറിയ അനുഭവം, മഹത്വമേറിയ ശുശ്രൂഷ, മഹത്വമേറിയ ആത്മീയ അനുഭവമാണ് ഏലിയാവിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതെന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത അവിടെ വീണ്ടും നമുക്ക് 11-ാം വാക്യം വായിക്കുമ്പോൾ ദൈവം അവനോട് പറയുകയാണ്, നീ ഒന്ന് പുറത്തു വാ. അവിടെ 11 നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുൻപാകെ നിൽക്കാൻ എന്ന് കൽപ്പിച്ചു. അപ്പോൾ ദൈവം നമ്മളോടൊക്കെ പറയുകയാണ്, നമ്മുടെയൊക്കെ പരാതികളെ മാറ്റി, ദൈവത്തോട് നമുക്ക് പറയാനുള്ള എല്ലാ പരാതികളെ ഒന്ന് മാറ്റി, നമ്മൾ തലയിലൊക്കെ വെച്ചിരിക്കുന്ന ഈ ഭാരം, ഈ പ്രയാസം, നമ്മുടെയൊക്കെ ചിന്തകളെ ഒന്ന് താത്തു വെച്ചിട്ട് നമ്മളൊന്ന് പുറത്തു വരണം. ഈ ഗുഹയിൽ നിന്ന്, നമ്മുടെ പ്രയാസത്തിൻ്റെ ഗുഹയിൽ നിന്ന്, നമ്മുടെ ഭാരത്തിൻ്റെ വിഷയങ്ങളിൽ നിന്ന്, നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച ആ ചൂരച്ചെടിയുടെ ഒരു തണലുണ്ടല്ലോ, അതിൽ നിന്ന് പുറത്തു വരുവാനാണ് ദൈവമായ കർത്താവ് ഇവിടെ പറയുന്നത്. നീ ഒന്ന് പുറത്തു വാ. നീ ഒന്ന് പുറത്തു വരുമ്പോൾ ഞാൻ നിന്നോട് സംസാരിക്കും. എനിക്ക് നിന്നോട് സംസാരിക്കുവാനുണ്ട്. എനിക്ക് നിൻ്റെ ജീവിതത്തിൽ ചെയ്യാനുള്ള പ്രവൃത്തികളെ നിന്നോട് അറിയിക്കാനുണ്ട്. നിൻ്റെ അടുത്ത വഴി എനിക്ക് നിന്നെ അറിയിക്കാനുണ്ട്. നീ ഇവിടെ കടന്ന് ഭാരപ്പെട്ട് മരിക്കാനല്ല എൻ്റെ പദ്ധതി എന്ന് ഏലിയാവിനോട് ദൈവം പറയുകയാണ്. സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനം ഇന്ന് മനസ്സിലാക്കണമേ, നിങ്ങളായിരിക്കുന്ന അവസ്ഥകളൊക്കെയും വലിയ വിഷയങ്ങളായിരിക്കാം. എനിക്കും അല്ലെ ആർക്കും നിങ്ങളുടെ വിഷയങ്ങൾ അറിയത്തില്ലായിരിക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ ഭവനത്തിലുള്ളവർക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ആർക്കും ഒരു പക്ഷേ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തിൻ്റെ വേദന അറിയുവാൻ, അല്ലെ നിങ്ങളെ വിടുവിക്കുവാൻ ആർക്കും കഴിയത്തില്ലെങ്കിലും ദൈവമായ കർത്താവ് പറയുകയാണ്, നീ ഒന്ന് പുറത്തു വാ. നീ ഒന്ന് പുറത്തു വന്ന് നമുക്ക് തമ്മിലൊന്ന് സംവാദിക്കാം, നമുക്ക് തമ്മിലൊന്ന് വാദിക്കാം, അല്ലെ നമുക്ക് തമ്മിലൊന്ന് പറയാം. ഞാൻ നിന്നോട് അറിയിക്കാം എനിക്ക് എന്താണ് നിന്നെക്കുറിച്ചുള്ള പദ്ധതി എന്ന് ഞാൻ നിന്നോട് ആലോചന പറയാം. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുക? നമ്മളൊന്ന് പുറത്തു വരണം. നമ്മുടെ ഈ കൂട്ടത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ച ആ ഒരു ബന്ധനത്തിൽ നമ്മളൊന്ന് പുറത്തു വരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അപ്പോൾ ആദ്യം അവൻ പുറത്തു വരുമ്പോൾ ദൈവം എന്താണ് ചെയ്തത്? അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ളൊരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരമുണ്ടായി. എത്ര വലിയ വലിയ അനുഭവങ്ങളാണ് ഏലിയാവിൻ്റെ മുൻപിൽ നിന്ന് കടന്നുപോയതില്ലേ? വലിയ കൊടുങ്കാറ്റ് വന്നു, വലിയ ഭൂകമ്പമുണ്ടായി, പിന്നെ തീ വന്നു. പക്ഷേ ഇതിലൊന്നും ദൈവമില്ലായിരുന്നു. നമ്മളൊക്കെ വിചാരിക്കുന്ന പല വലിയൊരു സംഭവം വല്ല നടന്നായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ നടക്കാൻ പോകുന്നത്, അല്ലെ ഇനി ഈ പ്രയാസത്തിൽ നിന്ന് ദൈവം കൊണ്ടുവരാൻ പോകുന്നത് വലിയ സംഭവം ഏതാനും നടന്നിട്ടായിരിക്കും. പക്ഷെ ദൈവത്തിന് ഇതൊന്നും വലിയ വിഷയമല്ല കേട്ടോ. ദൈവത്തിന് ഏത് ചെറിയ മുഖാന്തരവും കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയും. ചെറിയ വഴികളിലൂടെ, നമ്മൾ ഒരിക്കലും നനയ്ക്കാത്ത ചിലപ്പോൾ ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും, നമ്മൾ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു വാക്കിലൂടെ ആയിരിക്കും നമ്മുടെ വിടുതൽ സംഭവിക്കുന്നത്. നമ്മൾ ഒരിക്കലും കാണാത്ത ഒരു വ്യക്തിയിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമുക്കുള്ള സഹായം വരുന്നത്. നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്നായിരിക്കും നമ്മൾക്കുള്ള ദൈവിക വിടുതൽ നമ്മളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വലുതും ചെറുതുമാകാം. അത് ചെറിയതെന്ന് പറഞ്ഞാൽ ഏത് ചെറിയ വഴിയെ ദൈവത്തിൻ്റെ വഴിയാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, യശൂരിൻ്റെ ദൈവത്തെ പോലൊരു ദൈവമുണ്ടോ? നിൻ്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ മേഘാരൂഢനായി കടന്നു വരുന്നു. ആകാശം ചായ്ച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവത്തിന് കഴിയും. ഏത് ചെറിയ വഴിയിലൂടെ, ആ വഴിയിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ലാസ്റ്റ് ദൈവത്തെ കണ്ടത്, അല്ലെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടത് ഏലിയാവ് എങ്ങനെയാണ്? ഒരു മൃദുസ്വരത്തിലൂടെ, ഒരു ചെറിയൊരു വിസ്പർ, അല്ലേ? ഈ ചെറിയൊരു സ്വരത്തിലൂടെയാണ് ഏലിയാവ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത്. എന്താണ് ദൈവം അവിടെ പറയുന്നത്? 12-ാം വാക്യത്തിൽ ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിലൊരു മൃദുസ്വരമുണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തൻ്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്തുനിന്ന്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു.
അപ്പോൾ വീണ്ടും ദൈവം ഒരു മൃദുസ്വരത്തിൽ അവനോട് വീണ്ടും പറയുകയാണ്. ഇത്രയൊക്കെ ദൈവം പറഞ്ഞിട്ടും ഏലിയാവിന് മനസ്സിലാകുന്നില്ല ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന്. പലപ്പോഴും ദൈവം നമ്മളോട് പല മുഖാന്തരങ്ങളിലൂടെ, പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ സംസാരിക്കുന്നുണ്ട്, നമ്മളോട് ഇടപെടുന്നുണ്ട്. മകളെ, മകനെ, ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്ന വഴി, അല്ലെ നിന്നെക്കുറിച്ചുള്ള പദ്ധതി ഇവിടെ തീർന്നിട്ടില്ല എന്ന് ദൈവം സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോഴും നമ്മളതൊന്നും മനസ്സിലാക്കിയെടുക്കുന്നില്ല. നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ അങ്ങോട്ട് കഴിയുന്നില്ല. ഇവിടെ ഏലിയാവിനും അത് തന്നെയാണ് സംഭവിച്ചത്. ദൈവം 2 വട്ടം അവനോട് ചോദിച്ചു, ഏലിയാവേ, നിനക്കിവിടെ എന്താ കാര്യം? ഈ ഗുഹയ്ക്കകത്തിരിക്കാൻ നിനക്ക് എന്താ കാര്യം? ഇതല്ലല്ലോ ഞാൻ നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന പദ്ധതി. അപ്പോൾ വീണ്ടും ഏലിയാവ് തൻ്റെ പരാതി പറയുകയാണ്. ഇവിടെ 2ാം പ്രാവശ്യം ദൈവം അവനോട് ചോദിക്കുകയാണ്, ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം എന്ന് ഏലിയാവ് കേട്ടിട്ട് വീണ്ടും ദൈവത്തോട് ചോദിക്കുകയാണ്. അതിന് അവൻ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എനിക്കും അവർ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഏലിയാവിൻ്റെ ഹൃദയത്തിലുള്ള പരാതികളെല്ലാം പറയുകയാണ്. ഏലിയാവിന് വീണ്ടും മനസ്സിലാവുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതി ഇതൊന്നുമല്ല. ഒരു ഇസബേലിനും ഒരു ശക്തിക്കും അവനെ ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല എന്ന് ഏലിയാവ് ഇവിടെ മനസ്സിലാക്കുന്നില്ല. ഏലിയാവ് വീണ്ടും പറയുകയാണ്, കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു? നിൻ്റെ പ്രവാചകന്മാരെയൊക്കെ അവർ കൊന്നു, ഇനി ഞാൻ മാത്രം ശേഷിക്കുന്നുള്ളൂ. എന്നെ അവർ കൊല്ലുവാൻ നോക്കുക. നീ കാണുന്നില്ലയോ? നീ അറിയുന്നില്ലയോ? എൻ്റെ പ്രയാസം നീ അറിയുന്നില്ലയോ? അവർ കടന്നു വരികയാണ്, എന്നെ അവർ തപ്പിപ്പിടിച്ച് കൊല്ലും. ഞാൻ ആയിരിക്കുന്ന സാഹചര്യം ദൈവമേ നീ അറിയുന്നില്ലയോ? നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? കർത്താവേ, നീ എന്നെ കാണുന്നില്ലയോ? നീ മറഞ്ഞിരിക്കുന്നത് എന്ത്? നീ എൻ്റെ വിഷയത്തെ എന്താ കാണാത്തെ? എനിക്ക് വേണ്ടി ഒരു വഴി എന്താ തുറക്കാത്തെ? പക്ഷെ ദൈവമായ കർത്താവ് ഇവിടെ പറയുകയാണ്, ഇതൊക്കെ എനിക്കറിയാം. നിനക്കിവിടെ എന്ത് കാര്യം? നിനക്കിവിടെ എന്താ കാര്യം? ഇതല്ല നിൻ്റെ സ്ഥലം, നിൻ്റെ പദ്ധതി ഇതല്ല, നിൻ്റെ വഴി ഇതല്ല. നീ എനിക്ക് വേണ്ടി നിൽക്ക്. നിൻ്റെ ഭാരത്തെ നീ വിട്. നീ മുറുകെ പെട്ടിയിരിക്കുന്ന നിൻ്റെ വിഷയത്തെ നീ ഒന്ന് വിട്ട് നീ ഒന്ന് പുറത്തു വാ എന്ന് വീണ്ടും ദൈവം അവനോട് പറയുകയാണ്. അതിൻ്റെ 15ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, യഹോവ അവനോട് അരുളി ചെയ്തു നിന്നാൽ നീ പുറപ്പെട്ട് ദമശ്കേക്കിൻ്റെ മരുഭൂമി വഴിയായി മടങ്ങിപ്പോകുക. നീ എത്തുമ്പോൾ ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകനായ യെഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മഹോലയിൽ നിന്നുള്ള സാഫാത്തിൻ്റെ മകനായ ഏലിശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. അപ്പോൾ ദൈവമായ കർത്താവ് അവൻ പറഞ്ഞ പരാതികളൊന്നും കേൾക്കാത്ത ഭാവത്തിൽ ദൈവം അവിടെ അതൊന്നും മൈൻഡേ ചെയ്തില്ല. ഏലിയാവ് പറയുന്ന പരാതികൾ ദൈവത്തിന് ഇതെല്ലാം അറിയാം, പക്ഷെ ദൈവം അതൊന്നും മൈൻഡ് ചെയ്യാതെ ദൈവത്തിന് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ദൈവം ഏലിയാവിനോട് പറയുന്നത്. അവിടെ 3 കൂട്ടം കാര്യങ്ങളാണ് ഏലിയാവേ, നീ ഇതൊക്കെ ചെയ്യണം എന്ന് പറയുന്നത്. അതായത് നീ മടങ്ങിപ്പോകണം. നീ മടങ്ങിപ്പോയിട്ട് ഈ ഗുഹയിൽ നിന്ന് നീ പാത്തിരിക്കുവാണല്ലോ, ഈ ഗുഹയിൽ നിന്ന് നീ പുറത്തു വന്ന് നീ തിരിച്ചു മടങ്ങിപ്പോയിട്ട് എന്തൊക്കെ ചെയ്യണം? ആദ്യത്തെ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്, നീ ദമശ്കേക്കിൻ്റെ മരുഭൂമിയായി മടങ്ങിപ്പോവുക. നീ എത്തുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഹസായേലിനെ അരാമിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. നിംഷിയുടെ മകനായ യെഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. പിന്നെ 3ാമത് സാഫാത്തിൻ്റെ മകനായ ഏലീശയെ നിനക്ക് പകരമായിട്ട് പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. അപ്പോൾ 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്യണം. പിന്നെ നിനക്ക് പകരമായിട്ട് ഒരു പ്രവാചകനായ ഏലീശയെ നീ അഭിഷേകം ചെയ്യണം. അപ്പം 3 കൂട്ടം കാര്യങ്ങൾ കർത്താവ് അവിടെ പറയുകയാണ്. ഇതൊന്നും ഏലിയാവിൻ്റെ വിഷയമല്ലായിരുന്നു. ഏലിയാവ് ഇതൊക്കെ മതിയാക്കി, ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞു, എനിക്കിനി പറ്റത്തില്ല എന്ന് പരാതികൾ പറഞ്ഞു നിന്ന ആ വ്യക്തിയോട് ദൈവം വീണ്ടും പറയുകയാണ്, ഇനി 3 കാര്യം കൂടെ നീ ചെയ്യണം. സത്യത്തിൽ നമ്മൾ വല്ലവരും ആയിരുന്നെങ്കിൽ ദൈവം ഇത്രയൊക്കെ ഞാൻ പരാതികൾ പറഞ്ഞിട്ടും ദൈവം എന്നോട് വീണ്ടും കാര്യങ്ങൾ ചെയ്യാൻ പറയുകയാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തോട് പിറുപിറുത്തേനെ അല്ലേ? പക്ഷേ ഏലിയാവ് അവിടെ എന്താ ചെയ്തത്? ദൈവം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് 19ാം വാക്യത്തിൽ, അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സാഫാത്തിൻ്റെ മകനായ ഏലീശയെ കണ്ടെത്തി. അവൻ 12 ഏർ കാളെ പൂട്ടി ഒഴിച്ചുകൊണ്ടിരുന്നു. 12ാമത്തേതിനോട് കൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് അവൻ്റെ അരികിൽ ചെന്ന് തൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു. അവൻ കാളയെ വിട്ട് ഏലിയാവിൻ്റെ പിന്നാലെ ഓടി. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ച് കൊള്ളട്ടെ. അത് കഴിഞ്ഞുള്ള സംഭവം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഏലിയാവ് അവിടെ മനസ്സിലായി ഏലിയാവിന്, ഞാൻ പറഞ്ഞ പരാതികളൊന്നും ദൈവം കേട്ടില്ല, ദൈവത്തിന് അതൊന്നും വിഷയമില്ല എന്ന് ഏലിയാവിന് മനസ്സിലായി കഴിഞ്ഞപ്പം ഏലിയാവ് ദൈവം പറഞ്ഞ കാര്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ദൈവം പറഞ്ഞതുപോലെ 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത് സാഫാത്തിൻ്റെ മകനായ ഏലീശയും അവന് പകരമായിട്ട് അഭിഷേകം ചെയ്ത് ഏലിയാവിന് പകരമായിട്ട് ഇസ്രായേലിനെ നയിക്കുവാൻ, അല്ലെ ഇസ്രായേലിന് അവരുടെ പാപങ്ങളിൽ നിന്ന്
ജനത്തെ വിടിവിക്കുവാൻ ദൈവം അടുത്ത പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്തുവെങ്കിലും ഏലിയാവിനൊരു കാര്യം മനസ്സിലായി. അവൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളൊന്നും ദൈവത്തിന് മുൻപിൽ പറഞ്ഞിട്ട് അതൊന്നും ഒരു വിഷയമല്ല ദൈവത്തിന്. കാരണം ഈ വിഷയങ്ങളൊക്കെ ദൈവത്തിന് നിസ്സാരമാണ്. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിലെ വിഷയങ്ങളൊക്കെ ദൈവത്തിന് അതൊക്കെ നിസ്സാര വിഷയങ്ങളാണ്. നമുക്കൊക്കെ ഇത് വലിയ വിഷയങ്ങളാണെങ്കിൽ പോലും നമ്മളൊക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, വഴികൾ, നാളെ എങ്ങനെയായി തീരും, നാളെ ഞാൻ എങ്ങനെ നിലനിൽക്കും, എങ്ങനെ എൻ്റെ ഭവനം മുന്നോട്ട് പോകും, എൻ്റെ തലമുറകളുടെ ഭാവി എന്തായി തീരുമെന്ന് നമ്മൾ നാളെക്കുറിച്ച് ഭാരപ്പെടുമ്പോൾ, ഒരുപക്ഷെ നാളത്തെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ നമുക്ക് മടിയായിരിക്കുമ്പോൾ, ദൈവമേ ഞാൻ എങ്ങനെ നാളത്തെ പ്രഭാതത്തിൽ എഴുന്നേൽക്കും, എങ്ങനെ നാളത്തെ ദിവസത്തെ ഞാൻ അഭിമുഖീകരിക്കുമെന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമായ കർത്താവിന് പറയാനുള്ളത്, ഇവിടെ നിനക്ക് എന്ത് കാര്യം? എലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? നീ എൻ്റെ പ്രവൃത്തി ചെയ്യുക. നിന്നെ ഞാൻ എന്തിനാണോ വിളിച്ചേ ആ ശുശ്രൂഷ നീ ചെയ്യുക. നീ എൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുക. നിന്നെ വിടിവിക്കുവാൻ ഞാൻ മാത്രമുള്ളൂ. എനിക്ക് മാത്രമേ നിന്നെ വിടിവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നീ നിന്നെക്കുറിച്ചുള്ള ഭാരം വിട്ടിട്ട്, നിൻ്റെ തലമുറകളെക്കുറിച്ചുള്ള ഭാരം വിട്ടിട്ട്, നിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിഷയങ്ങളെ വിട്ടിട്ട് എൻ്റെ പ്രവൃത്തി നീ ചെയ്യുമ്പോൾ നിനക്ക് വേണ്ടി സ്വർഗീയമായ വിടുതൽ ഞാൻ ഒരുക്കും എന്നാണ് ദൈവമായ കർത്താവ് ഏലിയാവിനെ ഇവിടെ പഠിപ്പിക്കുന്നത്. ഈ ഒരു അധ്യായം നമ്മൾ മുഴുവനെ വായിച്ചാൽ ഏലിയാവ് ഇത്ര ശക്തനായ പ്രവാചകനായിരുന്നില്ലേ? എത്ര വലിയ ശുശ്രൂഷകളാണ് ദൈവത്തിന് വേണ്ടി ചെയ്തത്. പക്ഷേ ഏലിയാവ് സ്വന്തമായ ജീവിതത്തിലൊരു ഭാരം വന്നപ്പോൾ, അവൻ്റെ ജീവിതത്തിലൊരു ഭയം വന്നപ്പോൾ, അവനെ അത് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവത്തിന് എത്ര പാഠങ്ങൾ പഠിപ്പിക്കേണ്ടി വന്നു ഇല്ലേ? ദൂതനെ വിട്ടയച്ചു, ദൂതനെ വിട്ട് ആഹാരം കൊടുപ്പിച്ചു, ഹോറേവോളം എത്തിപ്പിച്ചു. അവിടെ ചെന്നിട്ട് തീയും കൊടുങ്കാറ്റും ഭയങ്കരമായിട്ടുള്ള ഭൂകമ്പവും ഒക്കെ വന്നിട്ടും ദൈവം അവനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, ഏത് വിഷയത്തിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. നമ്മുടെയൊക്കെ പരാതികളൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ പറയുമ്പോൾ ദൈവം അവിടെ പറയുന്നത്, നിൻ്റെ ഏത് വിഷയത്തിനും എനിക്ക് പരിഹാരമുണ്ട്, എനിക്ക് നിന്നെ വിടുവിക്കുവാൻ കഴിയും. പക്ഷെ നിനക്ക് ചെയ്യുവാനുള്ളത് ഒന്നേ ഉള്ളൂ, നിനക്കത് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. നീ എൻ്റെ മുൻപിൽ ഒന്ന് സമർപ്പിച്ച് തരിക. ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ വിഷയങ്ങളൊന്നും ദൈവത്തിന് വലിയ വിഷയമല്ല. നിങ്ങൾ പറയും, സഹോദരി നിങ്ങൾക്കറിയത്തില്ല എൻ്റെ വിഷയം. സത്യമാണ്, എനിക്ക് നിങ്ങളുടെ വിഷയം അറിയത്തില്ല. പക്ഷേ ദൈവത്തിന് സകലതും അറിയാം. സകലത്തെയും ഉണ്ടാക്കിയ ദൈവത്തിന്, ശൂന്യതയിൽ നിന്ന് സകലതും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവത്തിന് സകലത്തിൻ്റെയും വിഷയങ്ങൾ അറിയാം. സകല കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ അറിയാം, അവരുടെ പ്രയാസങ്ങൾ അറിയാം. നാളെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന വിഷയങ്ങളും ദൈവത്തിന് നന്നായി അറിയാം. പക്ഷെ നിങ്ങൾക്കതിനുമേൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ അതങ്ങ് വിട്ടുകൊടുത്തുകൂടെ? ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവ പദ്ധതിക്ക് വേണ്ടി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് നമ്മളെ താഴ്ത്തി കൊടുക്കുമ്പോൾ, ദൈവത്തിന് അതിൽ നിന്നൊക്കെ നമ്മളെ വിടിവിക്കുവാൻ, ഏത് ചെങ്കടലിൻ്റെ നടുവിൽ കൂടെയും നമ്മളെ അക്കരെ കടത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ഈ ഒരു ചെറിയ ചിന്തയിലൂടെ ദൈവമായ കർത്താവ് നിങ്ങളെ വിടിവിക്കട്ടെ, നിങ്ങളെ അതിനായി കർത്താവ് ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം.